ഭർത്താവിന് സ്വന്തമായിട്ട് ആദ്യം കൊടുക്കുന്നു. പിന്നീട് ഓരോ മക്കൾ വന്ന് ഓരോരുത്തരുടെ ഒഴിവിനനുസരിച്ച് വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് വീട്ടുകാരൻ അതല്ലെങ്കിൽ അവിടുത്തെ സൽക്കാരി വന്നുകൊണ്ട് വീണ്ടും ഒരു കോരിയിട്ട് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ജീവികൾ നമുക്ക് ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റാത്തത്, ചിലത് ശവമായാൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, മറ്റു ചിലത് ശവമായാലും അറുത്താലും ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് എന്ന രൂപത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു തുടക്കം, ഒരു ആദ്യ ഭാഗം എന്നോണം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് അല്പം കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ മര്യാദകളിലേക്ക് ആദ്യം നമുക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഏതെല്ലാം തരത്തിലുള്ള വസ്തുക്കളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, കഴിക്കാൻ പറ്റാത്ത ജീവികൾ ഏതാണ് എന്നെല്ലാം നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ആരംഭിക്കുക, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുക എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബിസ്മി മറന്നുപോയാൽ അവൻ ഭക്ഷണം കഴിച്ച് കഴിയുന്നതിൻ്റെ മുൻപായിട്ട് ബിസ്മില്ലാഹി അവലുഹു വ ആഖിറുഹു എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ബിസ്മി ചൊല്ലാത്ത ആ ഭക്ഷണം മുഴുവൻ കഴിച്ചത് അവിടെ നിന്ന് ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹിയാണ്, അല്ലെങ്കിൽ ശൈത്വാനാണ്. നാം ഈ ബിസ്മില്ലാഹി അവലുഹു വ ആഖിറുഹു എന്ന ബിസ്മി മറന്നത് വീണ്ടും എടുക്കുമ്പോൾ, വീണ്ടും ചൊല്ലുമ്പോൾ അത്രയും നേരം ഷൈത്വാൻ അല്ലെങ്കിൽ ഇബ്ലീസ് ഭക്ഷിച്ച മുഴുവൻ അവൻ ഛർദ്ദിച്ച് കളയുന്നു, അഥവാ അവന് ഉപകാരപ്പെടാതെ പോകുന്നു. അതല്ല, നാം ബിസ്മി ചൊല്ലാതെയാണ് തുടർന്നതെങ്കിൽ നാം കഴിച്ച ഭക്ഷണം അത് ഇബ്ലീസിന് ആരോഗ്യം നൽകുന്നതാണ്, ഇബ്ലീസിനെ നാം തീറ്റിപ്പോറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബിസ്മി നാം ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നാം എപ്പോഴും വൃത്തി ഉള്ള ആളുകളാണല്ലോ. വൃത്തിയെ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും 2 കൈകളും കഴുകണം എന്ന്. കൈ കഴുകിയതിന് ശേഷമാണ് നാം ഓരോരുത്തരും ഭക്ഷണം കഴിക്കാനായി തീരുമാനിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്. ബിസ്മിയുടെ കാര്യവും അതുപോലെ തന്നെ കൈ കഴുകുന്ന കാര്യവും നമ്മുടെ മക്കളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ പല സ്ഥലങ്ങളിലും പോയി കളിച്ച് പല കാര്യങ്ങളിലും തൊട്ട് മണ്ണിലും ചളിയിലും നജസിലുമെല്ലാം കളിച്ച് വന്ന് നമ്മുടെ കുട്ടികൾ ഭക്ഷണത്തിൻ്റെ മേശയിലേക്ക് ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറ്റിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് ഒരുപാട് നജസ്സുകളും അതുപോലെ തന്നെ വൃത്തികെട്ട കാര്യങ്ങളും അകത്തേക്ക് എത്തുന്നത് നാം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ഇബാദത്താണല്ലോ കൈ കഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു ഇബാദത്ത്, ഒരു ആരാധനയാണ് എന്ന നിലക്കും നമ്മുടെ കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപും ശേഷവും കൈ കഴുകി ശീലിപ്പിച്ച്, അതുപോലെ തന്നെ ബിസ്മി ചൊല്ലി പഠിപ്പിച്ച്, കഴിയുമ്പോൾ അൽഹംദുലില്ലാ ചൊല്ലി നാം എല്ലാവരും പഠിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നാം എല്ലാവരും കുടുംബങ്ങളായി താമസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. കുടുംബങ്ങളായി താമസിച്ച് ജീവിക്കുന്ന പണ്ടുകാലങ്ങളിൽ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഉപ്പ വരുന്നത് വരെ ഉമ്മ കാത്തു നിൽക്കും. മക്കൾക്ക് ചില സമയത്ത്, ചില സന്ദർഭങ്ങളിൽ നേരം വൈകുകയാണെങ്കിൽ മാത്രം അവിടെ നേരത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും, അതല്ല എങ്കിൽ ഉപ്പ വരുന്നത് വരെ, ഉപ്പ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ ഇന്ന് അത് ഇല്ല എന്നല്ല, കൂടുതൽ ആളുകളും സ്വന്തമായി ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലേക്ക്, ഭർത്താവിന് സ്വന്തമായിട്ട് ആദ്യം കൊടുക്കുന്നു, പിന്നീട് ഓരോ മക്കൾ വന്ന് ഓരോരുത്തരുടെ ഒഴിവിനനുസരിച്ച് അവർ ഭക്ഷണം കഴിച്ച് പോകുന്നു. അവസാനം ഏകാന്തയായി ഒറ്റക്കിരുന്ന് ഉമ്മ അതല്ലെങ്കിൽ വീട്ടുകാരി ഭാര്യ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം.
ഈ ഒരു സാഹചര്യം നാം മാറ്റിയെടുത്ത് മക്കളോടൊന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ വീട്ടിലും നമ്മുടെ ഭക്ഷണങ്ങളിലും വലിയ ബറക്കത്തും നമ്മുടെ കുടുംബത്തിൽ തന്നെ വലിയ സന്തോഷവും നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത, ഇന്നത്തെ കാലത്ത് നമുക്ക് പണ്ടെല്ലാം കോഴിയുടെ ഒരു കാല് അതല്ലെങ്കിൽ കോഴിയുടെ ചെറിയൊരു കഷ്ണമാണ് നാം എല്ലാവരും കഴിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഒരു ഫുൾ കോഴി അതല്ലെങ്കിൽ ഒരു ഹാഫ് കോഴി ഒരാൾ കഴിക്കുന്നു, അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അത് തെറ്റാണ് എന്നല്ല പറഞ്ഞത്. നാം എല്ലാവരും ഇന്ന് കഴിക്കാനായി ജീവിക്കുന്നവരാണ്, തിന്നാനായി ഭക്ഷിക്കാനായി ജീവിക്കുന്നവരാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ എല്ലാം ജീവിത ശൈലികൾ. യഥാർത്ഥത്തിൽ നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നാം ഭക്ഷണം കഴിക്കുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, അതല്ലാതെ ഭക്ഷിക്കാൻ വേണ്ടി നാം ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന ഭക്ഷണം വെള്ളവും ഈത്തപ്പഴവുമായിരുന്നു. നമ്മുടെ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ 3 നേരത്തെ ഭക്ഷണത്തിന് മുൻപോ അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെയുള്ള ഒരു ഭക്ഷണമായി മാറിയിരിക്കുകയാണ് ഈത്തപ്പഴങ്ങളും മറ്റു നല്ല നല്ല കാര്യങ്ങൾ. എന്നാൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന ഭക്ഷണം തന്നെ വെള്ളവും ഈത്തപ്പഴവുമായിരുന്നു. ഇടയ്ക്കിടെ പാല് കുടിക്കും, അതുപോലെ തന്നെ മാംസാഹാരങ്ങളും കഴിക്കുമായിരുന്നു. വളരെ മിതത്വമായി ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, 1/3 ഭാഗം നിങ്ങൾ ഭക്ഷണം കഴിക്കുക, 1/3 ഭാഗം നിങ്ങൾ വെള്ളം കുടിക്കുക, 1/3 ഭാഗം നിങ്ങൾ ഒഴിച്ചിടുക, അഥവാ അത് വായുവിനുള്ളതാണ്. വയറിന്റെ 1/3 ഭാഗം മാത്രമാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്. ഇന്ന് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വരികയാണ്, ചില ആളുകള് വിരുന്നൊരുക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് വാരി നിറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു സന്ദർഭം, അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് കൂടുതലായി കാണുന്നുണ്ട്. ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അയാൾക്ക് എത്രയാണ് വേണ്ടത് എന്ന് ആ കഴിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ നാം വിരുന്നൊരുക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും മേശയിൽ എത്തിച്ചു കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് തിന്നാൻ വേണ്ടി പറഞ്ഞാൽ അത് ഏറെ സന്തോഷകരമായിരിക്കും. അതിനുപരി നാം ഭക്ഷണം കഴിച്ച് എല്ലാം ഭക്ഷണ പാത്രങ്ങളെല്ലാം തളികകളെല്ലാം വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് വീട്ടുകാരൻ അതല്ലെങ്കിൽ അവിടുത്തെ സൽക്കാരി വന്നുകൊണ്ട് വീണ്ടും ഒരു കോരിയിട്ട് കൊടുക്കുന്നു. സമ്മതിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുന്നു. മറ്റു ഇറച്ചികളും വിഭവങ്ങളും നിറച്ച് ഭക്ഷണത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന ഒരു രീതി നാം മാറ്റിയെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം, ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. അതുപോലെ തന്നെ എന്ത് കഴിക്കണം, കഴിക്കാൻ പാടുള്ളത് എന്ത്, പാടില്ലാത്തത് എന്ത്, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.